ഇന്നത്തെ ദിവസം നമ്മെ കാത്തിരിക്കുന്ന വാർത്തകൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അറിയാം ഒറ്റനോട്ടത്തിൽ ഇന്നിത് സംഭവിക്കും. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി വ്യാപനത്തിൽ ഗവർണർ വിളിച്ച യോഗം ഇന്ന്. വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന യോഗം വൈകിട്ട് രാജ്ഭവനിൽ ചേരും. ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ആലോചിക്കും. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകതകൾ പ്രതിപക്ഷം ഉന്നയിക്കും. പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നാണ് ആവശ്യം. റൂൾ 50 നോട്ടീസായി നൽകാനാണ് നീക്കം. ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ഏപ്രിൽ 4 വരെ പാർലമെന്റ് സമ്മേളിക്കും. പാർലമെന്റിന്റെ സംയുക്ത സമിതി പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വഖഫ് ബിൽ സമ്മേളനത്തിൽ സർക്കാർ അവതരിപ്പിക്കും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും സ്വീകരിക്കേണ്ട സമീപനങ്ങളും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് യോഗം ഇന്ന് ചേരും. ദേശീയ വിദ്യാഭ്യാസ നയം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ തുടർ നീക്കങ്ങൾ തീരുമാനിക്കും. വൈകിട്ട് ചേരുന്ന യോഗത്തിൽ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പങ്കെടുക്കും. കൂട്ടക്കൊലപാതകത്തിൽ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി അഫാനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സജിദ ബീഗം എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡി അപേക്ഷ. പൈവലികയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ 15-കാരിയുടെയും ഓട്ടോ ഡ്രൈവറായ യുവാവിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി ഷുഹൈബിനായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയും താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും.